ഇയ്യോബ് അധ്യായം 22. അതിന് തേമാന്യനായ എലീഫ, ജ്ഞാനത്തിന്റെ ദൈവത്തിന് സമനായിരിക്കുന്നു എന്ന് നീ പറയുമോ? നീ ഭയം കൊണ്ട് നിന്റെ വഴികൾ നന്നാക്കിയാൽ എന്ത് പ്രയോജനമുണ്ട്? നിന്റെ ശക്തി നിമിത്തമാണോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്തത്? നിന്റെ ദുഷ്ടത വലിയതല്ലയോ? നിന്റെ പാപങ്ങൾക്ക് അവസാനമില്ല. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല, വിശക്കുന്നവന് നീ ആഹാരം മുടക്കി. ഒരുവൻ നിലത്തിൽ വിതയ്ക്കുന്നു, നിലം ഉടമസ്ഥൻ ബലമായി കൈവശമാക്കി കൈയയച്ചു. അനാഥരുടെ ഭുജങ്ങൾ നീ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിന്റെ ചുറ്റും കെണികൾ ഇരിക്കുന്നു, പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു. അല്ല, നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന ജലസമൂഹത്തെയും കാണുന്നില്ലയോ? ദൈവം ഉയരത്തിൽ സ്വർഗത്തിൽ ഇല്ലയോ? അഹങ്കരിച്ച നക്ഷത്രങ്ങളെ അവൻ കണ്ടു. എന്നാൽ നീ ദൈവം എന്തറിയുന്നു? കൂരിരുളിൽ നിന്ന് അവൻ ന്യായം വിധിക്കുമോ? കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറയായിരിക്കുന്നു. ആകാശമണ്ഡലത്തിൽ അവൻ നടക്കുന്നു എന്ന് പറയുന്നു. ദുഷ്ടമനുഷ്യർ നടന്ന ലോകമാർഗം നീ വീക്ഷിക്കുമോ? കാലം തികയും മുമ്പേ അവർ പിടിക്കപ്പെട്ടു. നദീപ്രവാഹം എന്നതുപോലെ അവർ തടയപ്പെട്ടു. അവരുടെ അടിസ്ഥാനമിട്ടവനെ അവർ ഓർത്തില്ല. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകൂ, സർവശക്തൻ ഞങ്ങൾക്ക് എന്തു ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവനോ അവരുടെ ഭവനങ്ങൾ നന്മ കൊണ്ട് നിറച്ചു. ദുഷ്ടന്മാരുടെ ആലോചന അവരിൽ നിന്നകന്നിരിക്കുന്നു. നീതിമാന്മാർ കണ്ട് സന്തോഷിക്കുന്നു, നിർമ്മലൻ അവരെ പരിഹസിക്കും. അവരുടെ കാഠിന്യത്തിൽ നിന്ന് വിനയപ്പെടുന്നില്ലെങ്കിൽ അവരുടെ സമ്പത്ത് അഗ്നിക്കിരയാകും. നീ അവനോട് ചേർന്ന് നിന്റെ നല്ല ഫലങ്ങൾ സമർപ്പിക്കുക, അവൻ്റെ വായിൽ നിന്ന് നിയമം സ്വീകരിക്കുക. അവൻ്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധിപ്പെടും. അനീതിയെ നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയുക. നീ ദ്രവ്യം പൊടി പോലെ ശേഖരിക്കും. ഓഫീർ തങ്കം കടൽ തീരത്തെ മണൽ പോലെയും ആയിരിക്കും. അപ്പോൾ സർവശക്തൻ നിന്റെ സഹായിയും നിനക്ക് വെള്ളിനിധിയും ആയിരിക്കും. അന്ന് നീ സർവശക്തനിലേക്ക് മുഖം ഉയർത്തും. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖമുയർത്തി സന്തോഷിക്കും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം ആലോചിക്കും, അത് നിനക്ക് സാധ്യമാകും. നിന്റെ മാർഗങ്ങളിൽ വെളിച്ചം പ്രകാശിക്കും. താഴുന്നവന് ഉയർച്ച ലഭിക്കും, താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. നിർദോഷിയായവനെ അവൻ വിടുവിക്കും. അവൻ്റെ കൈകളുടെ നൈർമല്യത്താൽ അവൻ വിടുവിക്കപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.